നമസ്തേ. രത്നങ്ങളെക്കുറിച്ചും രത്നങ്ങളുടെ ഉപയോഗ രീതികളെക്കുറിച്ചും അറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്തേ. നമസ്കാരം. നമ്മൾ രത്നശാസ്ത്രയിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ രത്നങ്ങളുടെ വിശേഷങ്ങളും രത്നങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആളുടെ ഒരു രത്നമെന്ന് നമ്മൾ നിർണയം നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ രത്നനിർണയത്തിലേക്ക് വരുമ്പം പലപ്പോഴും പലർക്കും ഉള്ള ഒരു സംശയമാണ്, എൻ്റെ ബർത്ത് സ്റ്റോൺ ഏതാണ്, ഇല്ലെങ്കിൽ എൻ്റെ ലക്കി സ്റ്റോൺ ഏതാണ്, അങ്ങനെ ചോദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംശയം പറയുന്ന പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ബർത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല. ഇല്ല. എന്ത് ബേസിലാണ് ബർത്ത് സ്റ്റോൺ ഇങ്ങനെ ഒരു ഫ്രേസായിട്ട് മാറിയെന്ന് തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോൺ ഇല്ല. എന്താണ് ബർത്ത് സ്റ്റോൺ? ഈ ബർത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഏത് നാളിലാണ് ജനിക്കുന്നത് അതിനൊരു സ്റ്റോൺ എന്നുള്ളതാണ്, ആ സ്റ്റാറിനനുസരിച്ചുള്ള. ഓക്കെ. ഇപ്പം നമുക്ക് ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നക്ഷത്രത്തെ ബേസ് ചെയ്തെടുത്താൽ എമറോൾഡാണ് ഈ പറയുന്ന ആൾക്കാരുടെ ബർത്ത് സ്റ്റോൺ എന്ന് ആണ് പൊതുവെ ഒരു സങ്കല്പം. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു അനുമാനമാണ്. മനസ്സിലായില്ലേ? ഒരു സ്റ്റാറിൽ ജനിച്ച വ്യക്തി അതേ സ്റ്റാറിൽ ജനിച്ച മറ്റൊരു വ്യക്തിയായിട്ട് ഒരുപാട് അന്തരംഗങ്ങളുണ്ടല്ലേ, വ്യത്യാസങ്ങളുണ്ട്. പിന്നെ വ്യത്യാസങ്ങളില്ലേ? അവരുടെ ജീവിത രീതി, അവരുടെ സാമ്പത്തിക നിലപാടുകൾ, വിദ്യാഭ്യാസം, അല്ലേ, അവരുടെ ലുക്ക് വൈസ്, അവരുടെ ക്യാരക്ടർ വൈസ്, അവരുടെ ജീവിതത്തിലെ ഗുണം, സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട്. ഒരുപോലെയാണോ? അല്ല. അല്ല. അപ്പോൾ ഒരു ആയില്യംകാരന് എല്ലാം ഒരേപോലെയാണോ? ഒരേ സ്ഥലത്താണോ ജോലി? ഒരേ ഹൈറ്റാണോ? ഒന്നുമല്ല. പിന്നെ എങ്ങനെ കല്ല് മാത്രം ഒന്നാകുന്നത്, എമറോൾഡാകുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ ഇത് കല്ല് നമുക്ക് ജ്വല്ലറികളിലൊക്കെ വിൽക്കാൻ എളുപ്പമുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്, ഒരു ജംഷനെ കുറിച്ച് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ചാർട്ട് മാത്രം കീപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആരും ചെന്നിപ്പോൾ തൃക്കേട്ട ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ജ്വല്ലറി കയറി ആയില്യം നാൾ പറഞ്ഞു, അല്ലെങ്കിൽ തൃക്കേട്ട നാൾ പറഞ്ഞു, അല്ലെങ്കിൽ രേവതി നാൾ പറഞ്ഞു, എനിക്ക് എൻ്റെ സ്റ്റോണാണെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഒരു ടേബിളിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കല്ല് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ തന്നെ കൊടുക്കുന്നത് എമറോൾഡ് എന്ന് പറയും. എമറോൾഡ് ചേരുന്ന ആയില്യംകാരനുണ്ടാവും, അല്ലെങ്കിൽ എമറോൾഡ് ചേരുന്ന രേവതിക്കാരനുണ്ടാവും, അല്ലെങ്കിൽ എമറോൾഡ് ചേരുന്ന തൃക്കേട്ടക്കാരനുണ്ടാവും. ഈ രത്നങ്ങളൊന്നും ഈ 3 നാൾപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും റോങ് എഫക്റ്റ് ഉണ്ടാക്കുന്ന പ്ലാനറ്ററി പൊസിഷനുള്ള ആൾക്കാരും ഇതേ സ്റ്റാറിൽ തന്നെ കാണും. ഈ രത്നം എമറാൾഡ് ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. പാടില്ലാത്ത ഒരു ചാർട്ട് ഞാൻ പറയാം, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ഒരു ആയില്യം ഒരു ആളുടെ ചാർട്ടാണ്. തുലാം ലഗ്നമാണ്. തുലാം ഫസ്റ്റ് ഹൗസ് അറിയാലോ, ഫസ്റ്റ് ഹൗസ് അറിയാലോ. ഫസ്റ്റ് ഹൗസിൽ നിന്നാണ് ബാക്കി 12 ഹൗസിലേക്കും പോകുന്നത്. ഫസ്റ്റ് ഹൗസിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്ന മീനം എന്ന് പറയുന്ന ഹൗസിൽ, മീനരാശിയിൽ ബുധനും കേതു നിൽക്കുന്നു. അതായത് ലഗ്നത്തിൻ്റെ 6ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് നല്ലൊരു ഹൗസേ അല്ല. 6th ഹൗസ് എപ്പോഴും നമുക്ക് അസുഖങ്ങളും രോഗങ്ങളും ഓപ്പോസിഷൻസും ഒക്കെ തരുന്ന ഒരു ലയബിലിറ്റീസും ഒക്കെ തരുന്ന ഒരു ഹൗസിൽ പോയി ബുധൻ പോയി നിൽക്കുക. അതായത് ഈ ലഗ്നത്തിൻ്റെ ഭാഗ്യാധിപൻ കൂടെ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ബുധൻ. മനസ്സിലായില്ലേ? ആ ബുധൻ പോയി 6th ഹൗസിൽ പോയി നീചപ്പെട്ട് നിൽക്കുന്നു. ബുധന് മീനം രാശിയിൽ നീചാവസ്ഥയുണ്ട്. നീചാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി കറക്റ്റ് നോക്കിയിട്ട് വേണം, ഫുൾ നീചത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണം. ഓക്കെ. അപ്പം ഈ ആൾക്ക് ഏറ്റവും ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സ്റ്റോൺ എന്ന് പറയുന്നത്, ഈ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഈ വ്യക്തിക്ക് ഏറ്റവും ഓപ്പോസിറ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് കല്ലെന്ന് പറയുന്നതും എമറോൾഡാണ്. പ്ലാനറ്റ് ബുധനാണ്. ബുധൻ്റെ രത്നമാണ്. അപ്പം ഈ ആൾ പോയി ഒരു ജ്വല്ലറി പോയി ചോദിച്ചിട്ട് ഈ കല്ല് വാങ്ങിച്ചിട്ടാൽ പുള്ളിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതോടെ ചിന്തിക്കാം. 6th ഹൗസ് അസുഖമാണ്. പുള്ളിയുടെ ഒന്നാമത് കാൽപാദങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം മീനൻ രാശി കാലപുരുഷൻ്റെ കാൽപാദമാണ്.
അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ വെരിക്കോസ് പോലത്തെ പ്രശ്നങ്ങൾ, നെർവ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കാര്യങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. വയറ് സംബന്ധിച്ച് ഗട്ട് പ്രോബ്ലംസ് ഉണ്ടാകും. തന്നെയല്ല, ഈ 6th ഹൗസ് ഈ രോഗസ്ഥാനത്ത് ഈ ബുധൻ നിൽക്കുന്നത് കൊണ്ട് ബുധൻ മെമ്മറിയുടെ ആളാണ്. പെട്ടെന്ന് ഓർമ്മ പോലെ തലവേദന, കൺഫ്യൂഷൻസ്, ഇതൊന്നും വിട്ടുമാറത്തില്ല. ഓൾറെഡി അതൊക്കെ കുറച്ചുണ്ട്. ഇനി എൻ്റെ കല്ലൂടെ ഇടാമെങ്കിൽ പൂർണ്ണമായിട്ടും അതിലേക്ക് ആവും. എപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു കാര്യമാണ്, സ്റ്റോൺസ്, ജം സ്റ്റോൺസ് ആക്ടിവേറ്റ് ദി എക്സിസ്റ്റിംഗ് പ്ലാനറ്ററി പൊസിഷൻസ് ഇൻ യുവർ ചാർട്ട്, ബർത്ത് ചാർട്ട്. ബർത്ത് ചാർട്ടിൽ ഏതാണ് ഗ്രഹം, അതിൻ്റെ കല്ല് ധരിച്ചാൽ അത് ആ ബർത്ത് ചാർട്ടിൽ ആ ഗ്രഹത്തിൻ്റെ ഫലം എന്താണെന്നുള്ളതാണ് നമുക്ക്. നല്ല ഫലമാണെങ്കിൽ നല്ല ഗുണങ്ങളുണ്ടാവും, മോശഫലമാണെങ്കിൽ മോശഫലം വർദ്ധിക്കും. മനസ്സിലല്ലേ? അപ്പോൾ അതിന് നിൽക്കുന്ന ആ ഒരു പൊസിഷൻസ് അനുസരിച്ചിരിക്കുക. പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷൻ നോക്കിയിട്ട് വേണം. അപ്പോൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഈ ഒരു രത്നം അല്ലെങ്കിൽ എമറാൾഡ് ഒട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രത്നമല്ല. അതേസമയം പുള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് പുള്ളിയുടെ 10th ഹൗസ്, കരിയർ ഏരിയ എന്ന് പറയുന്നത് കർക്കിടകമാണ്. തുലാം ലഗ്നത്തിൻ്റെ 10 എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ്, ചന്ദ്രൻ്റെ രാശിയാണ്. ചന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്, 10ാം ഭാവാധിപൻ ആ 10ൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ വീക്കാണ് ആള്. വീക്ക് ആയത് കാരണം ചന്ദ്രകാന്തത്തിൻ്റെ സ്റ്റോണ് പുള്ളിയുടെ കരിയർ വൈസിലും ഒക്കെ പുള്ളിക്ക് ഗുണം ചെയ്യുന്ന സ്റ്റോണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരഗ്രഹമാണ്. മനസ്സ് നമുക്ക് സന്തോഷമാണ്, അതായത് കരിയറാണ്. ജലവുമായിട്ട് ബന്ധപ്പെട്ട വർക്കിലായിരിക്കാം ചിലപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത്. കാരണം ചന്ദ്രൻ ജലരാശിയും കൂടെയാണ്. അവിടെ തന്നെ ചന്ദ്രൻ നിൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ ആ ഒരു ഫലങ്ങൾ ആൾക്ക് ഓഫ്ഷോറിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലായിരിക്കാം കൂടുതൽ ശോഭിക്കുന്നത്. വിദേശമായിരിക്കാം ഇവർക്കൊരു പക്ഷേ മെയിൻ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എടുത്തോടുകൂടെ ചന്ദ്രൻ അങ്ങ് ബലപ്പെടുമ്പോൾ തന്നെ അവർക്കൊരു ലൈറ്റ് വന്നു. കാരണം ചന്ദ്രൻ ഒരു ലൈറ്റ് തരുന്ന ഗ്രഹമാണ്. രാത്രിയിൽ പ്രകാശം തരുന്ന ചന്ദ്രനാണ്, പകൽ സൂര്യനും. അപ്പോൾ ചന്ദ്രൻ്റെ ആ പ്രകാശം, ആ ബ്രൈറ്റ്നെസ്സും വന്നു. അപ്പോൾ ചന്ദ്രന് ബലം വന്നാൽ ബാക്കി ഗ്രഹങ്ങൾക്കും ബലം വരും എന്നാണ് പറയുക. ചന്ദ്രബലമില്ലെങ്കിൽ ഒന്നിനും ബലമില്ല. അപ്പം ആ മൂൺ സ്റ്റോൺ അവിടെ കൊടുത്തു, അത് ആൾക്ക് സപ്പോർട്ടീവായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ഇതായിരുന്നു, ഒരു ബർത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞ് നമ്മൾ ജനിച്ച നാൾ നോക്കി ഒരു രത്നദാനത്തിലേക്ക് മാത്രം നോക്കി പോയാലുള്ള ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആൾക്ക് ആ പറഞ്ഞ ചാർട്ടിൽ ആൾക്ക് എമറാൾഡ് യൂസ് ചെയ്യാനേ പാടില്ല. യൂസ് ചെയ്താൽ വളരെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ആൾക്കുണ്ടാവുക. രോഗം, മറവി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ബുധൻ എന്തൊക്കെയായിട്ടാണ് കണക്റ്റഡ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ബുധൻ ബുദ്ധിയെ, ബ്രെയിൻ വർക്ക്, മെമ്മറി, നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതെല്ലാം തരേണ്ട പ്ലാനറ്റ് റോങ് സൈഡിൽ പോയി നിൽക്കുന്നു. അത് ഒരിക്കൽ പോലും അതിൻ്റെ സ്റ്റോൺസ് അവിടെ യൂസ് ചെയ്യാനായിട്ട് കൊള്ളത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റാർ മാത്രമല്ല, സ്റ്റാർ നോക്കി മാത്രം കല്ല് ധരിക്കരുത്. എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കല്ല് ധരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് എനിക്ക് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എമറാൾഡിനെ കുറിച്ച് പറയുമ്പോൾ എമറാൾഡ് ചേരുന്ന, ഇപ്പം ചേരാത്തൊരു ഐഡിയക്കാരുടെയാണ് പറഞ്ഞത്. ചേരുന്ന പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പറയാം, അന്നേരം പെട്ടെന്ന് അത് മനസ്സിലാവും. ഇത് മിഥുന ലഗ്നമാണ്. അതും ആയില്ല, 1989 ചാർട്ടാണ് കേട്ടോ. ഒക്ടോബറിലെ ഒരു ചാർട്ടാണ്. അപ്പോൾ 2nd ഹൗസിൽ ചന്ദ്രൻ വന്നു. നമ്മൾ നേരത്തെ തുലാം ലഗ്നമാണ്. തുലാം ലഗ്നത്തിൻ്റെ കറങ്ങി വന്നപ്പോൾ ചന്ദ്രൻ 10th ഹൗസ് കർമ്മമേഖലയിലായിരുന്നു. ഫസ്റ്റ് ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം പോകുന്നത്. ഫസ്റ്റ് ഹൗസ് ഇവിടെ മിഥുന ആയതുകൊണ്ട് അതിൻ്റെ 2nd ഹൗസ് എന്ന് പറയുന്നത് കർക്കിടകം. അവിടെ ചന്ദ്രൻ നിൽപ്പുണ്ട്. നല്ലതാണത്, നല്ല പൊസിഷൻ. നല്ല പൊസിഷൻ, ചന്ദ്രൻ്റെ നല്ല പൊസിഷനാണ്. 4th ഹൗസിൽ ബുധൻ നിൽപ്പുണ്ട്. ചൊവ്വായും ബുധനും കൂടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലഗ്നാധിപനായിരിക്കുന്ന ബുധൻ 4th ഹൗസ് എന്ന് പറയുന്ന പുള്ളിയുടെ എക്സോൾട്ടഡ് ഏരിയയിൽ ബുധൻ നിൽപ്പുണ്ട്. എക്സോൾഷൻ ഉണ്ട് അവിടെ ഓൾറെഡി, അതായത് ഉച്ചത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പ്ലാനറ്റ് ചൊവ്വ അതിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഐല്യംകാരന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള രത്നം എമറോൾഡ് തന്നെയാണ്. ഇപ്പോൾ ലഗ്നാധിപനും പിന്നെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ
4th ഹൗസ് കന്നിയിൽ, കന്നിയിലെ ബുധൻ്റെ ഉച്ചസ്ഥിതിയാണ്. പക്ഷേ രാശിയിൽ ബുധൻ മാത്രം നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെ എമറോൾഡ് അങ്ങ് അവോയ്ഡ് ചെയ്താണ്. കാരണം ഓൾറെഡി അത് കുറച്ച് ബലം ഉള്ളത് കൊണ്ട്. എന്നാലും അങ്ങനെ ഒഴിവാക്കണേ തന്നെ നമ്മൾ ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കൂടെ ന്യായമായിട്ടുള്ള ബലമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിലരുടെ ചാർട്ട് വന്നത് പലരും പലയിടത്തു നിന്നും കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ അടുക്ക വരുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. വരുമ്പം സാറേ ഇങ്ങനെ പറയുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പറയുകയാണ്, നമ്മൾ ഇതിനകത്ത് ബുധൻ്റെ സ്റ്റോണുള്ള സാർ ബുധൻ ഓൾറെഡി ഇതിനകത്ത് ഉച്ചത്തിലാണ് നിൽക്കുന്നത്, അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് കൺസൾട്ട് ചെയ്ത് വേറൊരാൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്തതെന്ന് വെച്ചാൽ ബാക്കി 8 പേര് ബുധൻ ഓക്കെയാണ്, ബാക്കി 8 പേരും പുള്ളിയെ സപ്പോർട്ടീവ് അല്ലെങ്കിൽ പുള്ളിയെ ബുധനെ തന്നെ നമ്മൾ വീണ്ടും സ്ട്രെങ്തൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ബുദ്ധിയാണ്. കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളെ നമുക്ക് എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തും തീർച്ചയായിട്ടും ബുധനെ വേണ്ടത്. കാരണം ബുധൻ്റെ കൂടെ ചൊവ്വ നിൽക്കുന്നത് നല്ലൊരു കൺജക്ഷനല്ല. ബുധനും ചൊവ്വയും ഓപ്പോസിറ്റ് പ്ലാനറ്റ് നിൽക്കുന്നു. അത് തന്നെയല്ല, ഈ മിഥുന ലഗ്നത്തിൻ്റെ 6th ഹൗസിൻ്റെ ഓണറാണ്, 6ാം ഭാവാധിപനായിരിക്കുന്ന ചൊവ്വയാണ് ഈ ബുധൻ്റെ കൂടെ നിൽക്കുന്നത്. ബുധൻ്റെ നല്ല പൊസിഷന് ചെറിയൊരു മൈനസ് പോയിന്റ് ഉണ്ടായിക്കൊണ്ടാണ് ചൊവ്വ നിൽക്കുന്നത് അവിടെ. അപ്പോൾ അവിടെ ചൊവ്വയല്ല നമ്മൾ ബലപ്പെടുത്തേണ്ടത്, ഈ ലഗ്നാധിപനായിരിക്കുന്ന ബുധനെ തന്നെയാണ്. 6ാം ഭാവം എന്ന് പറയുമ്പം 6 കടവും ലയബിലിറ്റിയും അസുഖങ്ങളുമാണ്. അസുഖങ്ങൾ തരുന്ന ചൊവ്വ ആണ് 4th ഹൗസിൽ ബുധൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം ഈ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഏരിയയും കൂടെയാണ്. നമ്മൾ തന്നെ മൈസെൽഫ് ഞാൻ തന്നെയാണ്. അപ്പം ഈ 6ാം ഭാവാധിപൻ ഈ ലഗ്നാധിപൻ്റെ കൂടെ നിൽക്കുന്നത് രോഗത്തെ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യും. ചൊവ്വയ്ക്കാണ് അവിടെ ബലം വരുന്നെങ്കിൽ രോഗാവസ്ഥകൾ ഉണ്ടാകാം. അതേസമയം ബുധൻ ആണ് ലഗ്നാധിപൻ. ആ ലഗ്നാധിപൻ ഇവിടെ ഉച്ചസ്ഥിതി നിൽപ്പുണ്ട്. എന്നാലും ആ ചൊവ്വ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ ലഗ്നാധിപനായ ബുധൻ്റെ സ്റ്റോൺ അവിടെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, അദ്ദേഹം സൂര്യന് നീചാവസ്ഥയുണ്ട്. തുലാത്തിലെ ഈ സൂര്യൻ നീചപ്പെട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ ബലം പോയി. സൂര്യൻ റെക്കഗ്നീഷനും ഹെൽത്തും തരേണ്ട ആളാണല്ലോ. അതും റെഡ് എനർജി തരുന്ന 2 പ്ലാനറ്റും ഈ ചാർട്ടിൽ റോങ് സൈഡിലാണ് നിൽക്കുന്നത്. അതായത് 6th ഹൗസ് കൈകാര്യം ചെയ്യുന്ന ചൊവ്വയാണ്. ചൊവ്വയ്ക്കും റെഡ് എനർജിയാണ്. ഇപ്പം നമുക്ക് പിന്നെ അനദർ പ്ലാനറ്റ് എന്ന് പറയുന്നത് സൂര്യനാണ്. റെഡ് എനർജി തരുന്നത് നമുക്ക് ഊർജ്ജവും ഉന്മേഷവും എക്സ്പോഷറും തരേണ്ട സൂര്യൻ നീചത്തിലുമാണ്. അപ്പോൾ 2 റെഡ് എനർജി ഇവിടെ കട്ടാണ്. 2ൻ്റെ സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാനും പറ്റത്തില്ല. എന്നാൽ നമുക്ക് ഗ്രീൻ എനർജി തരുന്ന ബുധൻ നമുക്ക് വളരെ പോസിറ്റീവ് ആകുമ്പോൾ എമറോൾഡാണ് ഏറ്റവും ബെസ്റ്റ്. എമറോൾഡിന് ഹാർഡ്നെസ് കുറവായതുകൊണ്ട് എമറോൾഡിൻ്റെ സ്റ്റോണ് കുറച്ച് ക്യാരറ്റേജ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കല്ല് നമ്മൾ എടുക്കുമ്പം കല്ലിനകത്ത് എമറോൾഡിനെ കുറിച്ച് നമുക്ക് ഒരു ദിവസം മുഴുവൻ പറയാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. കാരണം എമറോൾഡിനകത്തുള്ള ഇൻക്ലൂഷൻസ് എപ്പോഴും ആൾക്കാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഫ്ലോസ് കൂടുതലുള്ള കല്ലാണ്, ഹാർഡ്നെസ് കുറഞ്ഞ കല്ലാണ്. അപ്പോൾ അത് വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇതിൻ്റെ എമറാൾഡിനെ കുറിച്ച്. നമ്മൾ രത്നനിർണയത്തിൻ്റെ ഒരു പ്രത്യേകതകൾ പറഞ്ഞു. സ്റ്റാർ നോക്കിയിട്ടല്ല, ദശാകാലങ്ങൾ നോക്കിയിട്ടല്ല എന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ട്രേഡ് സീക്രട്ടാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത 2 ചാർട്ടുകളുണ്ടായിരുന്നു. ഒരു ചാർട്ടിൽ ആൾക്ക് എമറാൾഡ് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒട്ടും തീർത്തും അനുയോജ്യമല്ല. രണ്ടാമത്തെ ചാർട്ടിൽ ആൾക്ക് ഏക സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ എമറാൾഡ് തന്നെയാണ്. പക്ഷെ അതിൽ ഈ രത്നത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു രത്നമെന്ന് പറയുകയുണ്ടായി. ഹാർഡ്നെസ് കുറവുള്ള ഒരു രത്നമാണ്. ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ വാങ്ങുമ്പോഴും പലപ്പോഴും പല സംശയങ്ങളും നമ്മളോട് ചോദിക്കുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു രത്നം കൂടിയാണ് ഈ മരതകം, എമറാൾഡ് എന്ന് പറയുന്നത്. മരതകത്തിനകത്തെ ഇൻക്ലൂഷൻസ് ആണ് വിഷയം. ജാർഡിൻ എന്നാണ്. ജാർഡിൻ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് വാക്കാണ്. ഓക്കെ. എമറാൾഡ് ഇൻക്ലൂഷൻസ് ആർ കോൾഡ് ജാർഡിൻ. ജാർഡിൻ എന്ന് പറയുന്നത് ഫ്രഞ്ചിൽ ഗാർഡൻ എന്നാണ് അർത്ഥം. ഗാർഡൻ എന്ന് പറയുമ്പം അതിൻ്റെ ലീഫുകൾ, അതിൻ്റെ ബ്രാഞ്ചസ് ഇല്ലേ, മരങ്ങളുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്ന പോലെ തന്നെ
ഉള്ള ബ്രാഞ്ചസ് കാണാം, ജരകൾ കാണാം, ചില രക്തങ്ങളിലൊരു വേര് പോലെ കാണാൻ പറ്റും. ഇതൊക്കെ ഈ മരതകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ആ പേട് ഇട്ടിരിക്കുന്നതിന്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, കല്ലെടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇതുപോലുള്ള മാർക്കുകളും രേഖകളും കാണുമ്പോൾ സാധാരണ ആൾക്കാർക്ക് രത്നങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതി തന്നെ ഇതിനകത്ത് ഒരു പാടും മാർക്കും പാടില്ല. പാടും മാർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ല് ഉപയോഗിച്ചാൽ അത് ഒരു ദോഷകരമായിട്ട് മാറും. ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. അത് ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞു തരാം. ഈ എമറോൾഡിനകത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ, എമറോൾഡ് ക്രിസ്റ്റൽസ് ഫ്ലോസ് കാണും, അത് മസ്റ്റാണ്. നല്ല മരതകം അല്ലെങ്കിൽ നല്ല എമറാൾഡ് തിരിച്ചറിയാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അത് ഫ്ലോസ്. ഇനി ഫ്ലോസ് ഒട്ടുമില്ലാത്ത ഫ്ലോലെസ് ആയിട്ടുള്ള കല്ലുകൾ അവൈലബിൾ ആണ്. അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊളംബിയൻ മൈൻസിൽ നിന്ന് വരുന്ന രത്നങ്ങളിൽ കുറച്ച് വിഭാഗം കല്ലുകൾക്ക് ഒട്ടും ഫ്ലോസ് ഇല്ല. വളരെ ക്ലിയർ ആയിട്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതിൽ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിളേ അല്ല. സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് അല്ല. ഒരു ക്യാരറ്റ് തന്നെ 1.5 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തുടങ്ങുന്നത് തന്നെ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ ആ റെയറായിട്ട് ഉള്ള മൈനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ. അപ്പോൾ റെയർ മൈനിങ്ങിൽ റെയറായിട്ട് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ഈവൻ ദെൻ നമുക്ക് നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് ബുധൻ്റെ എൻഹാൻസ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് നോർമലി നല്ല റിച്ച് ആയിട്ടുള്ള ഇൻക്ലൂഷനുള്ള നല്ല ഗ്രീൻ ആയിട്ടുള്ള, ഇപ്പോൾ സാമ്പിയൻ എമറാൾഡൊക്കെ നല്ലതാണ്. അതിനകത്തൊക്കെ ഇൻക്ലൂഷൻസ് ഉണ്ട്, നല്ല ഇൻക്ലൂഷൻസ് ഉണ്ട്. സാമ്പിയൻ എമറാൾഡിനകത്ത് നോക്കിയാൽ മനസ്സിലായില്ലേ, ഇൻക്ലൂഷൻസ് ഓക്കെയാണ്. അപ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്ടോ പൊട്ടലോ ആണ് ഈ പറയുന്ന നെഗറ്റീവ് എഫക്റ്റ് ഒരു കല്ലിനെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മളൊരു മുഖം നോക്കുന്ന ഒരു കണ്ണാടി തന്നെ അത് പൊട്ടിയാൽ അതിനകത്ത് നോക്കുന്നത് അത്ര ശരിയല്ലല്ലോ. എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ തന്നെ പല ഫിഗറിലായിരിക്കും കാണുന്നത്. എന്ന് പറഞ്ഞ ഒരു കല്ല് നടുവേ പൊട്ടിയാൽ അതിനകത്ത് ആ ഫ്ലോസാണ് അതിൻ്റെ പോകുന്നത്. നമ്മുടെ ആ ഒരു എനർജി ബ്രേക്കായി പോവുക അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്. അത് സ്റ്റോൺ എന്നല്ല, ഏത് സംഗതിയാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ. ഇപ്പോൾ വക്ക് പൊട്ടിയ ഒരു ഗ്ലാസ്സിനകത്ത് നമുക്ക് ചായ കുടിക്കുന്നതിനകത്ത് ഒരു സൂക്കറും ഇല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അത് ഇതിനകത്തൊക്കെ നമുക്ക് ഇതൊക്കെ ഈ കല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുമ്പോൾ വിളവിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ഫ്രാക്ചർ പോലെയോ ഒക്കെ ഒരു ചെറിയൊരു ഇൻക്ലൂഷൻസ് അതിനകത്തുണ്ടാവും. അപ്പോൾ ആ ഒരു ബുധൻ്റെ എനർജി കിട്ടാനായിട്ട് ആണ് നമ്മൾ ഈ രത്നം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുള്ള കാര്യമല്ല അല്ല. നാച്ചുറലായിട്ടുള്ള ഗ്യാസും ലിക്വിഡും ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ മൈനുകൾ ഇപ്പം ബ്രസീലിൽ നിന്നൊക്കെ വരുന്ന കല്ലുകളെന്ന് പറയുന്നത് നല്ല പച്ച കല്ലാണത്. അത് അവിടെയൊക്കെ നല്ല റിച്ചായിട്ടുള്ള സോയിലാണ്. നല്ല ആ ഭൂമി തന്നെ ഇതിന് വേണ്ടിയിട്ട് തന്നെ. ഇത് ബെറിലെന്ന് പറയുന്ന മിനറൽ അതിനകത്തുണ്ട്. ആ ഏരിയയിലുള്ളത് കൊണ്ടാണ് എമറാൾഡ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കൊളംബിയൻ പോലെയും ഉള്ള വലിയ ക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ വലിയ ക്ലാരിറ്റി എന്നല്ല, ക്ലാരിറ്റിയുള്ള കല്ലിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. ഞാൻ ഈ കൊളംബിയൻ ഞങ്ങൾ ചിലർക്കൊക്കെ വരുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാറുണ്ട് അവരോട്, ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ നല്ല ബ്രസീലിയനോ അല്ലെ സാമ്പിയൻ്റെയോ എമറാൾഡ് വാങ്ങിത്തരിക്കുക. നിങ്ങൾക്ക് സാധാരണ വലിയൊരു ഭംഗിക്കാണെന്നുണ്ടെങ്കിൽ ഇതേ കളറിൽ കിട്ടുന്ന ഇമിറ്റേഷൻ കല്ലുകൾ കിട്ടും, അത് യൂസ് ചെയ്യുക. ഇമിറ്റേഷൻ കല്ലുകളുണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാകുന്ന മനുഷ്യനിർമ്മിതമായ രത്നങ്ങൾ കിട്ടും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എമറാൾഡ് അല്ലെങ്കിൽ മരതകം അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിലുള്ള ഇൻക്ലൂഷൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പം എത്ര എപ്പിസോഡുകൾ ചെയ്താലും നമുക്കിതിനൊരു കൺഫ്യൂഷൻസ്, സംശയങ്ങളുള്ള ഒരു രത്നമാണ് ഈ എമറാൾഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നന്ദി, നമസ്കാരം.